ഓക്കെ, നമസ്തേ. ഇന്നത്തെ പുതിയ ക്ലാസ് പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ പരിമിതികൾ. ഹെഡിങ് പരിമിതികളാണെങ്കിലും നമ്മളിവിടെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിക്കുന്നുണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. But the heading that I have given is limitations of participant observation because that is the heading given in the textbook. അപ്പോൾ പങ്കാളിത്ത നിരീക്ഷണത്തിന്റെ ഗുണം ദോഷം രണ്ടും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മറ്റൊരു പേരാണ് ഫീൽഡ് വർക്ക്, അല്ലെ? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത നിരീക്ഷണം നമ്മൾ ആരെക്കുറിച്ചാണോ പഠിക്കുന്നത് അവരുടെ ഒപ്പം പോയി താമസിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. വി ആർ സ്റ്റേയിങ് വിത്ത് ദ സബ്ജക്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി. പഠിക്കാൻ പോകുന്ന ആളുകളുടെ ഒപ്പം നമ്മൾ പോയിട്ട് അവരുടെ ബിഹേവിയർ പഠിക്കുവാനും അവരെക്കുറിച്ച് നിരീക്ഷിക്കാനും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ കൂടെ പോയി ദീർഘകാലം താമസിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് കാലം, വർഷങ്ങളോളം താമസിച്ച പഠനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? സോ വി ആർ സ്റ്റേയിങ് ദെയർ ഫോർ എ ലോങ് ടൈം ആൻഡ് വി ആർ ഒബ്സർവിങ്, വി ആർ സ്റ്റഡിയിങ് ദി സബ്ജക്ട്സ്. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ശരി എന്ന് തോന്നിയത് ചിലപ്പം നാളെ തെറ്റായിട്ട് മാറാം. അല്ലെങ്കിൽ ഇന്ന് തെറ്റ് എന്ന് തോന്നിയത് ചിലപ്പം കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാനത് എഴുതി വെച്ചു, അത് ചിലപ്പം തെറ്റായിരിക്കാം, അല്ലേ? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ നടത്തുമ്പോൾ നമ്മൾ ഡയറി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാലിനോസ്കി പറയുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ എഴുതിയത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കുവാൻ, അന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു മുൻവിധി കൊണ്ടായിരിക്കാം, എൻ്റെ ഒരു ചിന്താഗതി കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് എന്ന് മനസ്സിലാക്കുവാനൊക്കെ ഈ ഒരു ദീർഘകാലമായിട്ടുള്ള ഫീൽഡ് വർക്ക് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗുണങ്ങളിലേക്ക് പോകാം, മെറിറ്റ്സിലേക്ക് പോകാം. ഇത് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യതയുമുള്ള വിവരങ്ങൾ നൽകുന്നു. ദിസ് മെത്തേഡ് ഈസ് ഗിവിംഗ് കറക്റ്റ് ആൻഡ് ക്ലിയർ. കാരണം എന്താണ്? Because we are staying there for such a long time and we can think and rethink. അപ്പോൾ തിങ്ക് ചെയ്യാനും റീതിങ്ക് ചെയ്യാനുമുള്ള സമയം നൽകുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തായിരിക്കും? വളരെ കൃത്യതയുള്ള വിവരങ്ങൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. സോ ദിസ് മെത്തേഡ് ഗിവ്സ് എ റിച്ച് ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ലൈഫ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദി ഇൻസൈഡർ. വി ആർ ദ ഇൻസൈഡേഴ്സ്, വി ആർ സ്റ്റേയിങ് വിത്ത് ദം, വി ആർ സ്റ്റേയിങ് വിത്ത് ദം ആസ് ആൻ ഇൻസൈഡർ. അകത്തുള്ള ഒരാളിനെ പോലെ നമ്മൾ പുറത്തുള്ള ഒരാൾ അവരുടെ വീടുകളിൽ അകത്തുള്ള ഒരാളെ പോലെ താമസിക്കുകയാണ്. അപ്പോൾ ഇത് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യതയുമുള്ള വിവരങ്ങൾ നൽകുന്നു എന്നതാണ് ഒന്നാമത്തെ മെറിറ്റ് അല്ലെങ്കിൽ ഗുണം. രണ്ടാമത്തെ എന്താണ്? തുടക്കത്തിലുള്ള ധാരണകൾ. ഞാൻ പറഞ്ഞു ആദ്യം ഇന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ നാളെ തെറ്റാകാം. ആ ധാരണകൾ ചിലപ്പം തെറ്റായതോ അല്ലെങ്കിൽ എൻ്റെ മുൻവിധിയോട് കൂടിയോ അതോ ഒക്കെ ആയിരിക്കാം. ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സാംസ്കാരിക ചിന്തകൾക്കനുസരിച്ച് ഞാനതിന് ചിന്തിച്ചതാവാം. അപ്പോൾ തുടക്കത്തിലുള്ള ധാരണകൾ തിരുത്തുവാൻ ഫീൽഡ് വർക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. അലൗസ് ഫോർ കറക്റ്റിംഗ് ദി ഇനീഷ്യൽ ഇംപ്രഷൻസ് വിച്ച് മേ ബി ബയാസ്ഡ് ഓർ മിസ്റ്റേക്കൺ. ദാറ്റ് ഇംപ്രഷൻ മേ ബി ബയാസ്ഡ്, തെറ്റായിരിക്കാം അല്ലെങ്കിൽ മുൻവിധിയോട് കൂടിയത് ആയിരിക്കാം എന്നുള്ളതാണ്. അത് തിരുത്തുവാൻ ഫീൽഡ് വർക്കിന് സാധിക്കുന്നു. കാരണം വി ആർ സ്റ്റേയിങ് ദെയർ ഫോർ സച്ച് എ ലോങ് ടൈം. നമ്മൾ ഒത്തിരി കാലം അവരോടൊപ്പം താമസിക്കുന്നത് കൊണ്ട് ആദ്യം തോന്നിയ കാര്യങ്ങൾ തെറ്റ് എന്ന് നമുക്ക് പറഞ്ഞിട്ട് വേണമെങ്കിൽ തിരുത്തി കറക്റ്റ് ആക്കുവാനായിട്ട് സമയം ഉണ്ട്. മൂന്നാമത്തത്, വ്യത്യസ്ത സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ ഇവ ഗവേഷണത്തെ സ്വാധീനിക്കുന്നത് തിരിച്ചറിയുവാൻ കഴിയുന്നു. അതൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി, ഒരു വീട്ടിൽ പോയി താമസിച്ച്, അല്ലെങ്കിൽ ഒരു ഗോത്രവിഭാഗക്കാരുടെ ഇടയിലൊക്കെ പോയിട്ട് താമസിച്ച്, ഒരു ഗ്രാമത്തിൽ പോയി താമസിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു മാസക്കാലം അല്ലെങ്കിൽ 2 മാസക്കാലം അവർ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ളപ്പോൾ വളരെ സന്തോഷമായിട്ടായിരിക്കും ആ കുടുംബം കഴിയുന്നത്. നല്ല രീതിയിൽ ആഹാരങ്ങളൊക്കെ വാങ്ങിച്ച്, ഇറച്ചി മീനും ഒക്കെ വെച്ച്, ആഹാരം ഒരു ഉത്സവമാക്കി, വസ്ത്രങ്ങളൊക്കെ വാങ്ങി, അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ 2 മാസം കഴിഞ്ഞ് അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. അവർ കർഷകരാണെന്ന് കൂട്ടുക. അപ്പോൾ ആ കാർഷിക വിളവെടുപ്പിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. അവരുടെ കൈവശം ഒന്നുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവരുടെ പെരുമാറ്റം വ്യത്യസ്തമായിരിക്കും, അല്ലേ? അപ്പോൾ തൊഴിലുള്ളപ്പോഴുള്ള പെരുമാറ്റമായിരിക്കില്ല തൊഴിൽ ഇല്ലാത്തപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ ദീർഘകാലം നിൽക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്, അല്ലേ? സോ ദിസ്
permits the researcher to track changes, to see the impact of different situations. Different situationsൽ ഇവർ എങ്ങനെ പ്രതികരിക്കുന്നു, എന്തുകൊണ്ട് അവരങ്ങനെ പ്രതികരിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഫീൽഡ് വർക്ക് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ, വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ ഇവ ഗവേഷണത്തെ സ്വാധീനിക്കുന്നത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നു. തൊഴിൽ ഉള്ളപ്പോഴുള്ള പെരുമാറ്റമാകണമെന്നില്ല, തൊഴിൽ ഇല്ലാത്തപ്പോൾ. allows for correcting the initial impression എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നെന്താണ്? permits the researcher to track changes to see the impact of different situations. 4, ഈ രീതി ഗവേഷകന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. This method gives freedom to the researcher. മറ്റ് ഗവേഷണ രീതികളെക്കാൾ കൂടുതൽ സമയം നിരീക്ഷകൻ ഫീൽഡ് വർക്ക് നടത്തുന്നത് ഗവേഷണത്തിനും ഗവേഷകനും ഒരു മുതൽക്കൂട്ടാണ്, അല്ലെ? കാരണം ദീർഘകാലം അവിടെ നിൽക്കുന്നു, ഗവേഷകന് ഒത്തിരി സ്വാതന്ത്ര്യവുമുണ്ട്. ഇത്ര സമയത്തിനകം ചോദ്യങ്ങൾ ചോദിച്ചിറങ്ങണം എന്നൊന്നും ഇല്ലല്ലോ, നമ്മുടെ മുന്നിൽ വർഷങ്ങൾ കിടക്കുവാണ്. അപ്പോൾ ദി റിസർച്ചർ ഈസ് ഫ്രീ. This method gives freedom to the researcher. ഈ രീതി ഗവേഷകന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. മറ്റ് ഗവേഷണ രീതികളെക്കാൾ കൂടുതൽ സമയം നിരീക്ഷകന് ഒബ്സർവ് ചെയ്യുന്ന ആൾക്ക് ഫീൽഡ് വർക്ക് നടത്തുവാൻ സാധിക്കുന്നു. അത്രയുമാണ്, 4 എണ്ണമാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. 2, നേരത്തെയുള്ള ധാരണകൾ തിരുത്തുവാനായിട്ട് നമ്മെ ഈ മെത്തേഡ് സഹായിക്കുന്നു. 3, വ്യത്യസ്ത സാഹചര്യങ്ങളിലും പശ്ചാത്തലങ്ങളിലുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. 4, ഗവേഷകന് ഫ്രീഡം നൽകുന്നു. ഓക്കെ, ദിസ് മെത്തേഡ് ഗിവ്സ് എ റിച്ച് ആൻഡ് ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ദി ലൈഫ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദി ഇൻസൈഡർ. It allows for correcting the first impressions. It permits the researcher to track the changes, to see the impact of different situations, and gives freedom to research. അങ്ങനെ 4 പോയിന്റ് ആണ്. ഇനി അടുത്തത് ഡിമെറിറ്റ്സ് അഥവാ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഗുണങ്ങൾ മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് മാത്രമായിട്ടും ചോദിക്കുവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരുപാട് കാലം ഒരാളുടെ വീട്ടിൽ പോയി നിന്ന് പഠിക്കുകയാണ്, അതുപോലെ തന്നെ വളരെ കുറച്ച് ആളുകൾ ഈ ഗവേഷണത്തിൽ പങ്കാളികളാകുന്നുള്ളൂ. ചിലപ്പോൾ ഒരു ഗോത്രക്കാരെ കുറിച്ച് പഠിക്കുവാൻ ഒരു റിസർച്ചർ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതിനകത്ത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ള മെത്തേഡുകളിൽ ഒരുപാട് ഗവേഷകരുണ്ടായിരിക്കും, ഇതിൽ ഒരാളെ ഉള്ളായിരിക്കും. നമ്മളൊരു ചെറിയ സമൂഹത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റൂ എന്നൊക്കെ അപ്പുറത്ത് പറഞ്ഞിരുന്നു. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത് ചെറിയ സമൂഹത്തിനെ കുറിച്ച് പഠിക്കുവാനേ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ സമൂഹത്തിനെ കുറിച്ച് മാത്രം പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഗുണമാണോ ദോഷമാണോ? അതുപോലെ ഒരുപാട് കാലം അവരുടെ ഒപ്പം താമസിക്കുന്നത് ഗുണമാണോ ദോഷമാണോ? പിന്നെന്താണ്, ഒരാൾ മാത്രം പഠിക്കുന്നത് ഗുണമാണോ ദോഷമാണോ? ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പരിമിതികളിലേക്ക് പോകാം. പരിമിതികളിൽ ദോഷങ്ങളിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് ഒരുപാട് സമയം ഗവേഷണത്തിനായി എടുക്കുന്നു എന്നുള്ളതാണ്. This method is time consuming. It takes a long time to finish the research work. 3.5 വർഷക്കാലമാണ് ഗവേഷണം നടത്തുന്നത്. ചിലപ്പോൾ 1-2 ഗവേഷകരെ ഉണ്ടാകുന്നുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് സമയം എടുക്കുന്നു. It takes a long time to finish the research work. The researcher has to stay for weeks and months or years in the subject's residential areas for collecting information. നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആരെക്കുറിച്ചാണോ നമ്മൾ ഗവേഷണം നടത്തുന്നത്, അതാണ്. മനസ്സിലായല്ലോ? 1 ടൈം കൺസ്യൂമിംഗ് ആണ്. 2 ഫീൽഡ് വർക്ക് ചെറിയ സമൂഹത്തെക്കുറിച്ച് പഠിക്കുവാനേ പറ്റുള്ളൂ. എല്ലാ പഠനങ്ങൾക്കും ഫീൽഡ് വർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കാരണം എന്താണ്, ഒരു ചെറിയ സമൂഹത്തിനെ കുറിച്ച് പഠിക്കുവാനേ ഫീൽഡ് വർക്ക് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഗവേഷകൻ ഒരാളാണ്, അല്ലേ? അപ്പോൾ 1 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഫീൽഡ് വർക്ക് പറ്റുമോ? ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം എന്താണ്, അങ്ങനെ പഠിക്കണമെങ്കിൽ ചിലപ്പം 10, 20, 30 വർഷങ്ങൾ എടുക്കും ഇന്ത്യയിലെ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ ഏരിയകളിലും പോയിട്ട് താമസിച്ചൊക്കെ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഫീൽഡ് വർക്ക് ചെറിയ സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുവാൻ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വി ക്യാൻ സ്റ്റഡി ഓൺലി സ്മോൾ സൊസൈറ്റി യൂസിങ് ദിസ് മെത്തേഡ് എന്നതാണ് രണ്ടാമത്തെ ഡിമെറിറ്റ്. മൂന്നാമത്തെ എന്താണ്, ഒരു ചെറിയ സമൂഹത്തെ പഠിച്ചിട്ട് അത് വലിയ പ്രദേശങ്ങളോ സമൂഹത്തിനോ ഉള്ള സവിശേഷത എന്ന് പറയാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞ എന്താണ്, ഇപ്പോൾ നമ്മുടെ സോഷ്യോളജിയിലും അതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പെരിങ്ങോം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനെ കുറിച്ച് പഠിക്കണം എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര രൂപയാണ് ഇത് പഠിക്കുവാനുള്ളത്. ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയായിരിക്കും പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലുള്ള കുട്ടികളുടെ
മാധ്യമങ്ങളോടുള്ള ചായ്വുകൾ, അല്ലെങ്കിൽ കുട്ടികൾ മാധ്യമങ്ങൾക്ക് അടിമകളാണോ എന്നുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അങ്ങനെ ഒരു പഠനം നടത്താൻ പോകുമ്പോൾ പെരിങ്ങോം മുഴുവൻ ഗ്രാമത്തിൽ ഒരു ഉദാഹരണത്തിന് 30,000 ജനങ്ങളുണ്ടെന്ന് കൂട്ടുക. എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മാസമാണ്. ഈ 2 മാസം കൊണ്ട് ഞാൻ ഈ പെരിങ്ങോം പഞ്ചായത്തിനകത്തുള്ള 30,000 ജനസംഖ്യയിൽ ഉള്ള കുട്ടികളിപ്പോൾ സപ്പോസ് ഒരു 10,000 അല്ലെങ്കിൽ 20,000 കൂട്ടുക. ഒരു ഏജ് ലിമിറ്റ് തന്നിട്ട് ആ ഏജ് ലിമിറ്റിനകത്തുള്ള കുട്ടികളുടെ സാമൂഹിക മാധ്യമങ്ങളോടുള്ള അടിമത്വമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചായ്വാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കയ്യിൽ പൈസയും കുറവാണ്, എനിക്ക് പ്രിന്റ് ഔട്ട് എടുക്കണം, എനിക്ക് യാത്ര ചെയ്യണം, എനിക്ക് താമസിക്കണം, എനിക്ക് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കണം, അങ്ങനെ എനിക്ക് ഒരുപാട് ചെലവുകളുമുണ്ട്. ഈ 5 ലക്ഷമൊക്കെ 2 മാസം താമസിക്കുവാനും കാര്യങ്ങൾക്കുമായിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഒരു കമ്പ്യൂട്ടർ വേണം അല്ലേ? അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു പങ്കാളിത്ത നിരീക്ഷണ രീതി നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ പഠിക്കാൻ പോകുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ എല്ലാ വീടുകളിലും കയറാതെ ഒരു കുറച്ച് വീടുകളിലൊക്കെ കയറിയിട്ട് ആ വീടുകളിൽ കയറിയ വിവരങ്ങൾ വച്ചുകൊണ്ട് പെരിങ്ങോത്തെ കുട്ടികളുടെ മാധ്യമങ്ങളോടുള്ള ചായ്വ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ സാമാന്യവൽക്കരിക്കാൻ പറ്റും, ജനറലൈസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ 30,000 വീടുകളിൽ നമ്മൾ കയറണമെന്ന് ഇല്ല, മറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് 30,000-ന് പകരം ഒരു 5,000-6,000 വീടുകളിൽ സെലക്ട് ചെയ്ത വീടുകളിൽ കയറിയിട്ട് ആ വീടുകളിൽ നിന്നും കിട്ടിയ വിവരം വെച്ചുകൊണ്ട് പെരിങ്ങോം ഗ്രാമത്തിന്റെ റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിലാണ് നമ്മൾ ഈ 5,000 വീടുകളിൽ പോകുന്നത് അല്ലെ? അങ്ങനെ നമുക്ക് പഠനം നടത്താൻ പറ്റും. അപ്പൊ ഒരു ചെറിയ സമൂഹത്തെ പഠിച്ചിട്ട് അത് വലിയ പ്രദേശങ്ങളോ സമൂഹത്തിനോ ഉള്ള സവിശേഷത എന്ന് പറയുവാൻ ഈ ഒരു രീതി കൊണ്ട് പറ്റില്ല. പങ്കാളിത്ത നിരീക്ഷണത്തിന് അത് സാധ്യമല്ല. കാരണം എന്താണെന്നറിയോ? കാരണം എന്താണ്? ഇപ്പോൾ ഗോത്ര സമുദായങ്ങളെ കുറിച്ച്, വളരെ ഒരു ചെറിയ സമൂഹത്തിനെ കുറിച്ച് മാത്രമേ ഈ പങ്കാളിത്ത നിരീക്ഷണം കൊണ്ട് നമുക്ക് പഠിക്കുവാൻ, ഫീൽഡ് വർക്ക് കൊണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന വിവരങ്ങൾ ഒരു ഇന്ത്യ രാജ്യത്തിന്റെ സവിശേഷതയാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നമാണെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കണമെങ്കിൽ മറ്റു രീതികൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതിനായിട്ട് നമുക്ക് സർവേ രീതിയുണ്ട്, അതായിരിക്കും നമുക്ക് അഭികാമ്യം. ഈ പങ്കാളിത്ത രീതി എന്ന് പറയുന്നത് ചെറിയ ഒരു സമൂഹത്തെ പഠിച്ചിട്ട് അത് വലിയ പ്രദേശത്തിനോ സമൂഹത്തിനോ ഉള്ള സവിശേഷത എന്ന് പറയുവാൻ ഈ രീതി വെച്ച് ബുദ്ധിമുട്ടാണ്. അടുത്തത് 4-മത്തത്, ഫീൽഡ് വർക്കിലൂടെ ലഭിക്കുന്നത് ഗവേഷകന്റെ വീക്ഷണമാണോ അതോ പഠനം നടത്തുന്ന ആളിന്റെ വീക്ഷണമാണോ എന്ന് തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. The sociologist are also the members of society and they will also have the normal likes and dislikes that other people have, and this will affect the results of the study. അയാളും ഒരു റിലിജനകത്ത് പെടുന്നതും ഒരു സ്ഥലത്ത് പെടുന്നതും ഒരു മനുഷ്യനുമൊക്കെയാണ് അല്ലെ? അപ്പൊ അയാളുടെ ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ അയാൾ മാത്രമേ പഠിക്കുന്നുള്ളൂ, ഗവേഷകൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എഴുതി വയ്ക്കുന്ന വീക്ഷണങ്ങൾ ഗവേഷകന്റെ വീക്ഷണമാണോ അതോ വേണമെങ്കിൽ ഗവേഷകൻ ഉണ്ടാക്കി എഴുതി വെക്കാം, ആരും നോക്കാനില്ല, ഞാൻ അവിടെ പോയി താമസിച്ചോ ഇല്ലയോ എന്നൊന്നും ആരും നോക്കുന്നില്ല. അപ്പൊ എന്റെ വീക്ഷണമാണോ അതോ ഞാൻ പഠിക്കാൻ പോകുന്ന വിഭാഗത്തിന്റെ വീക്ഷണമാണോ എന്നൊക്കെ അറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ഈ മെത്തേഡിൽ. ഗവേഷകന്റെ മുൻവിധി ഇതിനകത്ത് കടന്നുകൂടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി 5-മത്തത്, ഫീൽഡ് വർക്ക് ഒരു ഏകപക്ഷീയ ബന്ധം നിലനിർത്തുന്ന ഗവേഷണ രീതിയാണ്. കാരണം ഞാനാണ് പഠിക്കാൻ പോകുന്നത്, ഞാൻ പഠിക്കാൻ പോകുന്നു, എനിക്കാണ് കാര്യങ്ങൾ അറിയേണ്ടത്. ഞാൻ പോയി താമസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ എന്നോട് സഹകരിക്കണം എന്നൊന്നുമില്ല, മനസ്സിലായി? എനിക്കാണ് എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ദ സോഷ്യോളജിസ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്പീക്സ് ടു ദ പീപ്പിൾ ആൻഡ് ദ സബ്ജക്ട്സ് ആർ നോൺ ആസ് ഇൻഫോർമൻസ് ആൻഡ് ദീസ് ആർ വൺ സൈഡഡ് ഡേറ്റ കളക്ഷൻ. ഇത് വൺ സൈഡഡ് ആണ്, ഒന്നും പറയുന്നില്ല. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, ഞാൻ നിരീക്ഷിക്കുന്നു, അവർ ജസ്റ്റ് എനിക്ക് എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ കൈമാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദിസ് ഇസ് ഫീൽഡ് വർക്ക് ഈസ് എന്താണ്, ആൻ ഓൺ സൈഡഡ് ഡേറ്റ കളക്ഷൻ ആണ്. ഫീൽഡ് വർക്ക് ഒരു ഏകപക്ഷീയ ബന്ധം നിലനിർത്തുന്ന ഗവേഷണ രീതിയാണ്. കാരണം ഇവിടെ ഗവേഷകൻ ചോദ്യം ചോദിക്കുന്നു, ഉത്തരങ്ങൾ അവതരിപ്പിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ജനങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഉത്തരങ്ങൾ അവതരിപ്പിക്കുന്നത് ആരാണ്? ചോദ്യം ചോദിക്കുന്ന ഈ ഉത്തരമാണ് പറഞ്ഞതെന്ന് ഗവേഷകനായിരിക്കും അവിടെ അവതരിപ്പിക്കുന്നത്. അയാൾ ഡയറി എഴുതിയിട്ട് അയാളാണ് അവിടെ അവതരിപ്പിക്കുന്നത്, അയാളാണ് ജനങ്ങൾക്ക് വേണ്ടി പറയുന്നത്. ജനങ്ങൾ ഇത് പറഞ്ഞു എന്ന് പറയുന്നത് ആരാണ്? ഗവേഷകനാണ്. ഇവിടെ ജനങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല. അപ്പം ഈ കിട്ടുന്ന ഗവേഷണം ഗവേഷകൻ ഉണ്ടാക്കിയതാണോ
അതോ യഥാർത്ഥത്തിൽ അയാൾ പഠിച്ച ആൾക്കാരുടെ വീക്ഷണമാണോ എന്നൊക്കെ അറിയുക എന്നത് ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് വൺ ഇസ്, ഇത് ചെലവ് കൂടിയ ഗവേഷണ രീതിയാണ്. ഒരു ചെറിയ സമുദായത്തിനെ കുറിച്ച് പഠിക്കുവാൻ അഭികാമ്യമാണ്, പക്ഷെ വലിയ സമുദായത്തിനെ കുറിച്ചൊക്കെ ഈ പങ്കാളിത്ത നിരീക്ഷണം ഉപയോഗിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ദിസ് മെത്തേഡ് ഈസ് വെരി എക്സ്പെൻസീവ് ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റഡി എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ്. അപ്പൊ അതത്രയുമാണ് അതിന്റെ ഡിമെറിറ്റ്സ് അഥവാ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ലിമിറ്റേഷൻസ് ഉള്ള ലിമിറ്റേഷൻസിന് നമുക്ക് അവോയ്ഡ് ചെയ്യുവാനായിട്ട് ചില രീതികൾ, ചില ടെക്നിക്സ് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ സംവാദ ഘടനാരൂപം എന്നാണ് അതിനെ പറയുന്നത്. സംവാദ ഘടനാരൂപം എന്ന് എന്തിനു പറയുന്നു? നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലംസിന് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട്, ടു കൗണ്ടർ ദ ലിമിറ്റേഷൻസ് സം സ്കോളേഴ്സ് ഹാവ് സജസ്റ്റഡ് സം മെത്തേഡ്സ്. And one method is dialogic format അഥവാ സംവാദ ഘടന രൂപം. ഡയലോഗിക് ഫോമാറ്റ് എന്ന് പറയുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഡയലോഗിക് ഫോമാറ്റ്? ടു സോൾവ് ദി ഓർ ടു കൗണ്ടർ ദ ലിമിറ്റേഷൻസ് ഓഫ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഫീൽഡ് വർക്കിന്റെ അല്ലെങ്കിൽ പങ്കാളിത്ത നിരീക്ഷണത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുള്ള ഒരു രീതിയാണ് സംവാദ ഘടന രൂപം എന്ന് പറയുന്നത്. ഫീൽഡ് വർക്കിന്റെ പോരായ്മ മറികടക്കാനായിട്ട് ഇത് നിർദ്ദേശിക്കുന്നു. ഇത് പ്രകാരം 3 പോയിന്റാണ്. 1, ജനങ്ങളെയും പ്രതികർത്താക്കളെയും, പ്രതികർത്താവ് ആരാണ്? നമുക്ക് മറുപടി തരുന്ന ആൾ. പ്രതികർത്താക്കളെയും ഫീൽഡ് വർക്കിൽ പ്രത്യക്ഷമായി ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. അവരെ ആക്റ്റീവായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് സംവാദ ഘടനാ രൂപം പറയുന്നത്. അപ്പൊ ജനങ്ങളെയും പ്രതികർത്താക്കളെയും ഫീൽഡ് വർക്കിൽ പ്രത്യക്ഷമായി ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ സംവാദ ഘടനാ രൂപം പറയുന്നു. കാരണം ഇപ്പം ഞാൻ ഗവേഷണം നടത്താൻ പോകുമ്പോൾ മിക്കവാറും ഞാൻ രഹസ്യമായിട്ടായിരിക്കും, ഞാൻ എന്തിനാണ് വന്നതെന്ന് പറയുന്നില്ല. അപ്പൊ ഈ സംവാദ ഘടനാ രൂപം പറയുന്നത് എന്താണ്? അവരെ ഇതിനകത്തേക്ക് നേരിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ളൊരു തിരിച്ചറിവ് ജനങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ദോഷം പറയട്ടെ, ഇങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു വീട്ടിൽ പോയി താമസിച്ചിട്ട് അവരെ കുറിച്ച് പഠിക്കുന്നു, അവർ സാധാരണ രീതിയിൽ പെരുമാറുമോ? അവരുടെ യഥാർത്ഥ പെരുമാറ്റങ്ങൾ പുറത്തു കാണിക്കുമോ? ഒരിക്കലും ഇല്ല. അവരുടെ യഥാർത്ഥ സ്വഭാവം ചിലപ്പോൾ ഞാൻ ഇല്ലാത്തപ്പോഴായിരിക്കും കാണിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതിനകത്തൊരു എന്താ പറയാ, ലോജിക്കില്ലായ്മ ഉണ്ട്. എങ്കിലും എന്താണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്? ജനങ്ങളെയും പ്രതികർത്താക്കളെയും ഫീൽഡ് വർക്കിൽ പ്രത്യക്ഷമായിട്ട് നേരിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ സംവാദ ഘടനാരൂപം പറയുന്നത്. രണ്ടാമത്തത്, സെക്കൻഡ് വൺ ഇസ്, ഗവേഷകന്റെ എഴുതി വെക്കുന്നത് സമുദായത്തിന്റെ ഭാഷയിൽ എഴുതണം. വാട്ട് എവർ ദി റിസർച്ചർ ഈസ് റൈറ്റിംഗ് ഡൗൺ, നോട്ടിംഗ് ഡൗൺ, ദാറ്റ് ഷുഡ് ബി ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ സബ്ജക്ട്. ആരെ കുറിച്ച് പഠിക്കുന്നു അവരുടെ ലാംഗ്വേജിലായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ദ വർക്ക് ഓഫ് ദ സ്കോളർ, he can write in his language and then he should translate that work into the language of the community. അപ്പൊ എന്ത് സംഭവിക്കും? ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വായിച്ചിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, അല്ലെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഇത് തെറ്റാണ്, ഇത് തിരുത്തണം. അല്ലെങ്കിൽ ആ സമൂഹത്തിൽ തന്നെയുള്ള അറിവുള്ള ആളുകൾക്ക് നിങ്ങൾ ഞങ്ങളുടെ സമുദായത്തിനെ കുറിച്ച് പറഞ്ഞത് തെറ്റ് എന്ന് പറയുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ജനങ്ങൾ ഗവേഷകന്റെ വ്യാഖ്യാനങ്ങളെ ചോദ്യം ചെയ്യണം, തിരുത്തണം. ഇത് ഗവേഷണത്തെ ജനാധിപത്യവൽക്കരിക്കുന്നു എന്നാണ് ഈ സംവാദ ഘടനാ രൂപം പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ദി ജനറൽ പബ്ലിക് ഓർ ദ റിസർച്ച്ഡ് പീപ്പിൾ, ആരെ കുറിച്ചാണോ പഠിക്കുന്നത് അവർ എന്ത് ചെയ്യണം? ദേ ഷുഡ് ക്വസ്റ്റ്യൻ ദ സ്കോളേഴ്സ് വേർഷൻ. എന്തുകൊണ്ട് അങ്ങനെയായി? ദേ ഷുഡ് കറക്റ്റ് ദ സ്കോളർ, ഇത് തെറ്റാണ്. And this will surely make sociological research more controversial and much more difficult. ഇങ്ങനെ വരുമ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ആയിരിക്കും പോകുന്നത്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. ഡയലോഗിക് ഫോമാറ്റ് അഥവാ സംവാദ ഘടനാരൂപം എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് സംവാദ ഘടനാരൂപം? ഫീൽഡ് വർക്കിന്റെ പോരായ്മകൾ മറികടക്കുവാനായി നിർദ്ദേശങ്ങൾ പറയുന്നു. അതാണ് ഡയലോഗിക് ഫോമാറ്റ്. 1, ജനങ്ങളെയും പ്രതികർത്താക്കളെയും ഫീൽഡ് വർക്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. പിന്നെ 2 എന്താണ്?
രണ്ടാമത്തത് ഗവേഷകന്റെ എഴുത്ത് സമുദായത്തിന്റെ ഭാഷയിൽ എഴുതണം. ഈവൻ ദോ ദ റിസർച്ചർ ഈസ് റൈറ്റിംഗ് ദീസ് ഡയറീസ് ഇൻ ഹിസ് ലാംഗ്വേജ്, ഹി ഷുഡ് ട്രാൻസ്ലേറ്റ് ദാറ്റ് into the language of the researched people. ആരെ കുറിച്ചാണോ പഠിക്കുന്നത് അവരുടെ ഭാഷയിൽ എഴുതണം. 3, ഗവേഷകന്റെ വ്യാഖ്യാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണം. ആര്? റിസർച്ച്ഡ് പീപ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ക്വസ്റ്റ്യൻ ചെയ്യണം, തിരുത്തണം. അത് ഗവേഷണത്തെ ജനാധിപത്യവൽക്കരിക്കുന്നു എന്ന് പറയുന്നു. ഇത്രയാണ്. അപ്പം അത് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ഭാഗം കൂടെ നമുക്ക് പഠിക്കാം. എന്താണ് സർവേ എന്നുള്ളതാണ്. സർവേ, അടുത്ത മെത്തേഡാണ് സർവേ. ഒന്നാമത്തെ മെത്തേഡ് പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്, അതുമല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് സർവേ. സർവേ ആണ് സോഷ്യോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗവേഷണ രീതി. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മിക്കവാറും സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ സോഷ്യോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സർവേ ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗവേഷണ രീതിയാണ് സർവേ. സർവേ ഈസ് പ്രോബബ്ലി ദ ബെസ്റ്റ് നോൺ സോഷ്യോളജിക്കൽ മെത്തേഡ് ആൻഡ് ബെസ്റ്റ് എന്താ പറയുക യൂസ്ഡ് സോഷ്യോളജിക്കൽ മെത്തേഡ്. അക്കാദമിക് അല്ലാതെയും ഇത് ഉപയോഗിക്കുന്നു. അതായത് അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പഠന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഗവേഷണങ്ങൾക്കായിട്ട് മാത്രമല്ല സർവേ രീതികൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അവരുടെ വിപണന തന്ത്രങ്ങൾ മെനയാനായിട്ട്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒക്കെ നമുക്ക് സർവേ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ അക്കാഡമിക് കാര്യങ്ങൾക്കല്ലാതെ നോൺ അക്കാഡമിക് കാര്യങ്ങൾക്കും സർവേ രീതി യൂസ് ചെയ്യാം. വി ക്യാൻ യൂസ് സർവേ മെത്തേഡ് not only in academic issues but also in non-academic purposes. Usually we predict election results and we devise marketing strategies, then we devise strategies for selling products, then we use surveys for collecting the popular opinions of people. അങ്ങനെയെല്ലാം നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സർവേ ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയാണ്, ഗവേഷണ രീതിയാണ് സർവേ. അക്കാഡമിക്കായും അല്ലാതെയും നോൺ അക്കാഡമിക് ആയിട്ടും നമ്മൾ സർവേകൾ ഉപയോഗിക്കുന്നുണ്ട്. നോൺ അക്കാഡമിക് മേഖലകൾ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. തിരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുവാൻ, വിപണന തന്ത്രം മെനയാൻ, ഡിവൈസിങ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ, സെല്ലിംഗ് ഓഫ് ദെയർ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർവേ ഉപയോഗിക്കുന്നു. ഗവേഷകർ തിരഞ്ഞെടുത്ത ഒരു സംഘത്തിനോട് പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ മറ്റടുത്ത് ഒരു ഗവേഷകനോ 2 ഗവേഷകനോ ആണെങ്കിൽ ഇവിടെ നിരവധി ഗവേഷകർ ഉണ്ടായിരിക്കും. ഈ ഗവേഷകർ തിരഞ്ഞെടുത്ത, ആരെക്കുറിച്ചാണോ പഠിക്കേണ്ടത്, തിരഞ്ഞെടുത്ത ഒരു സംഘത്തിനോട്, ആ സംഘം ആരാണ്? നമ്മൾ ആരെക്കുറിച്ചാണോ പഠിക്കുന്നത് അവര്, തിരഞ്ഞെടുത്ത ഒരു സംഘത്തിനോട് പഠിക്കുന്ന വിഷയത്തിനെ കുറിച്ച്, അതായത് നമുക്ക് അറിയേണ്ട വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരം നൽകുന്ന ജനങ്ങളാണ് പ്രതികർത്താക്കൾ എന്ന് പറയുന്നത്. ഉത്തരം നൽകുന്നവരെ നമ്മൾ എന്തു പറയുന്നു? പ്രതികർത്താക്കൾ എന്ന് പറയുന്നു. അപ്പുറത്ത് നമ്മൾ അവരെ എന്ത് വിളിച്ചു? ഉത്തരം നൽകുന്നവരെ വിവരദാതാക്കൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓർമ്മയുണ്ടല്ലോ? ഇൻഫോർമൻസ്, പ്രിൻസിപ്പൽ ഇൻഫോർമൻസ്, നേറ്റീവ് ഇൻഫോർമൻസ്, വിവരദാതാക്കൾ. ഇവിടെ എന്താണ്? പ്രതികർത്താക്കൾ എന്ന് നമ്മൾ അവരെ വിളിക്കുന്നു. അത് ഓർത്തു വെക്കുക, ഒരു മാർക്കിനൊക്കെ ചോദിക്കും. ഓക്കെ, സർവേയിൽ ഉത്തരം നൽകുന്ന ആളുകളെ നമ്മൾ പറയുന്നത് പ്രതികർത്താക്കൾ എന്നാണ്. റെസ്പോണ്ടൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? People usually people who are giving or giving answers to our questions are respondents. They respond to the questions asked by the researcher. And survey research is usually done by large teams consisting of those who plan and design the study. അതൊക്കെ നമുക്ക് ഇനി അടുത്ത പേജിലേക്ക് പോകാം, അപ്പോൾ പഠിക്കാം. ഇനി ഒരു സർവേയിൽ ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. സർവേ റിസർച്ചിൽ ഗവേഷകൻ, റിസർച്ചർ, സഹചാരികൾ, അസോസിയേറ്റ്സ്, സഹായികൾ, അസിസ്റ്റൻസ് എന്നിവർ സർവേയിൽ ഏർപ്പെടുന്നു. വലിയ സംഘങ്ങളെ കുറിച്ച് വലിയ ഗവേഷക സംഘങ്ങൾ സർവേ നടത്തുന്നു. വലിയ വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് വലിയ ഗവേഷക സംഘങ്ങളാണ് സർവേ നടത്തുന്നത്. നിരവധി ഗവേഷകർ അതിനകത്ത് ഉണ്ടായിരിക്കും. ചോദ്യങ്ങൾ, സ്വകാര്യ സന്ദർശനം, ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സർവേ ക്വസ്റ്റ്യൻസ് മേ ബി ആസ്ക്ഡ് ആൻഡ് ആൻസേർഡ് ഇൻ വേരിയസ് ഫോംസ്. ദേ ആർ ആസ്ക്ഡ് ഓർലി ഡ്യൂറിംഗ് പേഴ്സണൽ വിസിറ്റ്സ്. ചോദ്യങ്ങൾ സ്വകാര്യ സന്ദർശനം നടത്തി വാമൊഴിയായി ചോദിക്കാം. ഫോണിലൂടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും ചോദ്യങ്ങൾ ചോദിക്കാം. വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ത്രൂ ഇൻ ഇലക്ട്രോണിക് മീഡിയ സച്ച് ആസ് ഇമെയിൽ, ഇന്റർനെറ്റ്, വാട്സ്ആപ്പ് ഓർ ഈവൻ ഇൻസ്റ്റാഗ്രാം. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. Then in these
latest development, you can say, you can even ask questions in Google form. ഓക്കെ, ഇല്ലെങ്കിൽ ചോദ്യാവലി കൊണ്ടുവന്ന് പ്രതികരണം എഴുതിയും വാങ്ങിക്കാം. അല്ലെങ്കിൽ റിസർച്ചർ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യനെയർ കൊണ്ടുവരുന്നു, ചോദ്യങ്ങൾ എഴുതി കൊണ്ടുവരുന്നു, എന്നിട്ട് അവരോട് ചോദിച്ചിട്ട് നമുക്ക് പ്രതികരണങ്ങൾ എഴുതി വാങ്ങിക്കാം. അപ്പൊ ഇത്രയും രീതികളിലാണ് നമ്മൾ സർവേ നടത്തുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് സർവേയുടെ ടൈപ്പുകളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊരു ക്ലാസ്സിനകത്ത് നിർത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് സർവേ എന്ന് പറഞ്ഞു. സർവേയിൽ നമുക്ക് ഉത്തരം തരുന്ന ആളിനെ നമ്മൾ റെസ്പോണ്ടന്റ് അഥവാ പ്രതികർത്താവ് എന്ന് വിളിക്കുന്നു. ഒരു സർവേ എന്ന് പറയുന്നത് വലിയൊരു ടീമായിരിക്കും. ഒരു ഗവേഷകൻ, ഒരു റിസർച്ചർ ഉണ്ട്, ഒരു അസോസിയേറ്റ് അഥവാ സഹചാരി ഉണ്ടായിരിക്കും, സഹായി അഥവാ അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും. വലിയ സംഘങ്ങളെ കുറിച്ചാണ് വലിയ ഗവേഷകർ പഠിക്കുന്നത്. ഇനി ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നത്? സ്വകാര്യ സന്ദർശനം നടത്തി നമുക്ക് ചോദിക്കാം. വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഓറലി ഡ്യൂറിംഗ് പേഴ്സണൽ വിസിറ്റ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ or sometimes through telephone conversations, or we can use other electronic medias, and or else we can directly go to them and give them a questionnaire. Then we can ask questions to them and we can write it down. Okay, so responses may also be sought in writing to questionnaires brought by the investigators ആണ് കൊണ്ടുവരുന്നത്, or sent through the post. എഴുതി വാങ്ങിക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, പോസ്റ്റിൽ അയച്ചു തരാം. നമുക്ക് ക്വസ്റ്റ്യനെയർ അവിടെ കൊടുക്കുന്നു, അവരതിൻ്റെ ഉത്തരം എഴുതുന്നു, അത് നമുക്ക് പോസ്റ്റിൽ അയച്ചു തരുവാൻ പറഞ്ഞാലും മതിയാകും. അപ്പോൾ അത്രയും രീതിയിലൂടെയൊക്കെയാണ് നമ്മൾ സർവേ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടൈപ്സ്, സാമ്പിൾ സർവേ ആണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.